ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്കും ഇത് കാണാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നേക്കാം. അതായത് ഇന്ന് പറഞ്ഞു വരുന്നത് ഒരു സിനിമയെ കുറിച്ചാണ്. ചില സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഉണ്ടാക്കും അല്ലെ. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ചില സമയത്ത് ചില സിനിമ കാണുമ്പോൾ. അങ്ങനെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് 12th ഫെയിൽ എന്ന് പറയുന്ന ഹിന്ദി സിനിമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ജയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉറപ്പായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് 12th ഫെയിൽ. അതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട മിനിമം ഒരു 3 കാര്യങ്ങളുണ്ട്. പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റും സൗകര്യങ്ങളും എന്ന് പറയുന്നതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ഭൂരിഭാഗം പേർക്കും, അത് ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, 10ാം ക്ലാസ് പരീക്ഷയ്ക്കാണെങ്കിലും PSC പരീക്ഷയ്ക്കാണെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയ്ക്കാണെങ്കിലും ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ടൈം മാനേജ്മെന്റ് വലിയൊരു ഘടകമാണ്. നമുക്ക് സമയമില്ലാത്ത അവസ്ഥ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ പഠിക്കുന്നുണ്ടാവാം, കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഠിക്കുന്നുണ്ടാവാം, വീട്ടിൽ കുറേ പ്രശ്നങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്നവരുണ്ടാവാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിടയിലൂടെ പഠിക്കുമ്പോൾ ടൈമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. അതിനെ മികച്ച ഒരു ഇൻസ്പിറേഷൻ ആണ് 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നത്. അദ്ദേഹത്തിന് ഒട്ടും സമയമില്ല. അതിൽ മെയിൻ കഥാപാത്രം കാണിക്കുന്ന എന്തൊക്കെയോ സമയമില്ലാത്തതിനിടയിലൂടെ എങ്ങനെയൊക്കെയോ സമയം കണ്ടെത്തി, ഉറക്കമില്ലാതെ അല്ലെ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ആള് പഠിക്കാൻ ശ്രമിക്കുന്നത്. ആളുടെ ആ ഒരു പാഷൻ, എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു പാഷന്റെ പുറത്ത് ആള് കിട്ടുന്ന സമയം എല്ലാം പഠിക്കുന്നു അല്ലെ. എന്തൊക്കെ ജോലി തിരക്കിനിടയിൽ ആള് പഠിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെ ലൈഫിനകത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കും. ഓരോ മിനിറ്റുകൾ, ഓരോ സെക്കൻഡുകൾ ഇതെല്ലാം കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെ സമയം കണ്ടെത്താം? ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു പഠിച്ചു നോക്കൂ, 10 മിനിറ്റ് അവിടെ ലാഭിക്കാം അല്ലെ. ഉറങ്ങുന്ന സമയത്ത് 7 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാലും മതി, ധാരാളമാണ് അല്ലെ. 6 മണിക്കൂർ മതി. ഹെൽത്തിന് നല്ല രീതിയിൽ ഹെൽത്ത് ഉണ്ടാവാൻ ഏവറേജ് ഒരാള് 6 മണിക്കൂർ ഉറങ്ങണം എന്നാ പറയുന്നത്, 3 മണിക്കൂർ പോരാ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും സമയം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സമയം കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ സൗകര്യങ്ങൾ, നമുക്ക് പലപ്പോഴും സൗകര്യമില്ലാത്ത അവസ്ഥ നമുക്ക് ഫീൽ ചെയ്തേക്കാം. നമ്മുടെ വീട്ടിനകത്ത് ചിലപ്പോൾ വീട്ടിൽ ടൈൽസ് ഇട്ടുണ്ടാവില്ല, ചിലപ്പോൾ വീടിനകത്ത് ചുമരുകൾ തേച്ചിട്ടുണ്ടായിരിക്കില്ല. ഇനി ചുമര് തേച്ച് ടൈൽസ് ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ AC ഇല്ല, ചൂടുകാലത്ത് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് സൗകര്യക്കുറവുകൾ നമ്മൾ എക്സ്ക്യൂസസ് ആയിട്ട് പറയാറുണ്ട് അല്ലെ. ആ എക്സ്ക്യൂസുകളെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു സീനാണ് 12th ഫെയിൽ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അരി പൊടിക്കുന്ന മില്ലിനകത്ത് പണിയെടുത്തുകൊണ്ട് ചെറിയൊരു സ്പേസിലെ ഈ അരിപ്പൊടിയൊക്കെ മേത്തായിട്ട് ആ ചെയ്യുന്ന വർക്കിനിടയിലൂടെ പോയിരുന്ന് പഠിക്കുന്ന ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൗകര്യമൊന്നുമില്ല. എന്താ സൗകര്യമുള്ള? അതിലാള് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഈ സൗകര്യത്തിൽ ഇരുന്ന് പഠിച്ച എങ്ങനെ സിവിൽ സർവീസ് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ ആള് തന്നെ ഇൻസ്പിറേഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഐൻസ്റ്റീനൊക്കെ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെയാണ് ഇതൊക്കെ ഒരുപാട് സൗകര്യങ്ങളല്ലേ എന്ന് ആള് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മൾ എക്സ്ക്യൂസസ് പറയുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ എക്സ്ക്യൂസസ് മാത്രം. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോ നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ, നമ്മൾ വിജയിച്ച് നമ്മൾ നല്ലൊരു ജോലി നേടി നമ്മുടെ പാഷൻ നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് പറ്റും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ ടൈം മാനേജ്മെന്റും അതുപോലെ തന്നെ സൗകര്യങ്ങളില്ല എന്നുള്ള ഈ 2 കാര്യങ്ങളെയും നമുക്ക് തട്ടിക്കളയാനായിട്ട് 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം, നമ്മുടെ ജയം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജയം നമുക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് ജയിച്ചിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാൻ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ 12th ഫെയിൽ സിനിമയ്ക്കകത്ത് ഇദ്ദേഹം IPS നേടിയ സമയം, ഫോൺ വിളിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു സീനുണ്ട്. നമ്മുടെയൊക്കെ കണ്ണു നിറഞ്ഞു പോകും. അച്ഛൻ വേഗം ഫോൺ അമ്മയുടെ കയ്യിൽ എടുത്ത് ഓടി പോവാണ്. അച്ഛൻ എന്ന് പറയുന്നത് ആ കഥാപാത്രം എങ്ങനെയാ, ആ ഒരു ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ആ നാട്ടിലെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു പാവ മനുഷ്യനാ അല്ലെ.
ആ സമയത്ത് ആൾ ഓടിപ്പോകുമ്പോ അലറി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ചൗഹാനെ നീ IPS ഓഫീസറുടെ അച്ഛനോടാ കളിക്കുന്നേ എന്ന് പറയുന്നൊരു സീനുണ്ട്. ശരിയല്ലേ? നമ്മളും ജയിച്ചു കഴിയുമ്പോ നമ്മുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ അത്രയും സന്തോഷിക്കുന്ന സുഹൃത്തുക്കള് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അല്ലെ, സുഹൃത്തുക്കളൊക്കെ വന്ന് അത്രയും സന്തോഷം കാണിക്കുന്നുണ്ട് അല്ലെ. ആ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ആ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ കണ്ണ് എത്രത്തോളം നിറയും അല്ലെ. ആ ഒരു നിമിഷത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, രാപ്പകൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് മൂന്നാമത്തെ ഒരു പോയിന്റിന്റെ പ്രസക്തി വരുന്നത്, റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ്. നിങ്ങൾ ആ സിനിമയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടക്കണം. തോൽവികൾ ഒരുപാടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ജയിക്കണം എന്നില്ല, രണ്ടാമത്തെ ശ്രമത്തിൽ ജയിക്കണം എന്നില്ല, 3ഉം 4ഉം ശ്രമങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ആ സിനിമയിൽ അങ്ങനെയല്ലേ? നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാവണം. എവിടെയാണോ തോറ്റത്, ആ തോൽവി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരുത്തി കൊണ്ടുവരണം. ആ സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ, ഒരു പരീക്ഷയിൽ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ആളെ എഴുതിയിട്ട് ജയിക്കുമെന്ന് ഉറപ്പിച്ചു വന്നിട്ട് തോറ്റു. കാരണം എന്തായിരുന്നു? ആ ടെററിസത്തെ കുറിച്ച് ആളൊരു വലിയൊരു എസ്സേ കാര്യമായി എഴുതി വെച്ചു, പക്ഷെ ചോദിച്ചത് ടൂറിസത്തെ കുറിച്ചായിരുന്നു. നിങ്ങൾ PSC പരീക്ഷയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകളും ഒക്കെ എഴുതുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ? ആ എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അത്രയും സ്ട്രെങ്ത് ആയിട്ട് ഉപയോഗിക്കണം. ചില സമയത്ത് ആ മൈൻഡ് മാറിപ്പോയാൽ ക്വസ്റ്റ്യൻ മാറിപ്പോവും, അങ്ങനെ തെറ്റിപ്പോവാറുണ്ട്. അങ്ങനെ തെറ്റിപ്പോവാതെ തെറ്റുകളിൽ നിന്നെല്ലാം പാഠം പഠിച്ച് തോറ്റു കഴിഞ്ഞാൽ അതോടെ കിടന്ന് അയ്യോ എനിക്ക് കിട്ടിയില്ല, ഞാൻ ലിസ്റ്റിൽ വന്നു ജോലി കിട്ടിയില്ല. പലരും ഇപ്പോഴും കമന്റുകളിലൂടെ ഒക്കെ പറയാറുണ്ട്, ഞാൻ കുറേ പഠിച്ചു എനിക്ക് ലിസ്റ്റിൽ വന്നു പക്ഷെ ജോലി കിട്ടിയില്ല. പക്ഷെ അവിടെ ഒന്നും തോറ്റുപോവാതെ വീണുടഞ്ഞു പോവാതെ നിങ്ങൾ ജയത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. റീസ്റ്റാർട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് റീസ്റ്റാർട്ട് എന്നുള്ളൊരു സംഭവം വന്നുകൊണ്ടേയിരിക്കണം. എവിടെയാണോ നിങ്ങൾ ജോലി നേടുന്നത്, നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നത് വരെ നിങ്ങൾ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നിങ്ങൾ വിക്രമാദിത്യൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആ സമയത്ത് വിക്രമാദിത്യ സിനിമയിലെ ദുൽഖർ സൽമാൻ വന്ന് സെല്യൂട്ട് അടിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ആരാണെങ്കിലും ഒരു പക്ഷെ കണ്ണൊന്ന് നിറഞ്ഞു പോയിരിക്കാം. അതുപോലെ തന്നെയാണ് ഈ 12th ഫെയിൽ സിനിമയ്ക്കകത്ത് ഉടനീളം പല സാഹചര്യങ്ങളിലും നമ്മുടെ കണ്ണു നിറയും. അങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലും എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.